നികുതിദായകർക്ക് ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കുന്നതിൽ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശദാംശങ്ങളുമായി ഇനി ടാക്സ് ഗുരു. ആദായ നികുതിയെ സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ.സി. ജോസഫ് വർഗീസ്. ഉത്ഭവസ്ഥാനത്ത് നിന്നും നികുതി പിടിക്കാൻ ബാധ്യതയുണ്ടായിട്ടും പിടിക്കാതിരുന്നാൽ വരാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് പലർക്കും അറിവില്ല. അത് തെളിയിക്കുന്ന ഒരു ചോദ്യമാണ് ശ്രീ രാജേഷ് തോമസ് തിരുവനന്തപുരത്ത് നിന്ന് അയച്ചിരിക്കുന്നത്. അദ്ദേഹം സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ നിയമിച്ചാണ് സ്ഥാപനം നടത്തുന്നത്. ഓരോരുത്തർക്കും പ്രതിമാസം 25,000 മുതൽ 70,000 രൂപ വരെ പ്രതിഫലം നൽകുന്നുണ്ട്. ഈ തുകകളിൽ നിന്നും TDS പിടിക്കാൻ വിട്ടുപോയി. എന്തൊക്കെ സംഭവിക്കുക? ഗുരുതരമായ ഒരു വീഴ്ചയാണ് താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. സോഫ്റ്റ്വെയർ പ്രൊഫഷണലുകൾക്ക് നൽകുന്ന വേതനം ഒരു വർഷത്തിൽ 30,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 194J പ്രകാരം 10% നിരക്കിൽ TDS പിടിക്കണമായിരുന്നു. ഇത് ചെയ്യാത്തത് മൂലം പിടിക്കാൻ വിട്ടുപോയ TDS തുക പലിശയും പിഴയും അടക്കം കയ്യിൽ നിന്ന് അടക്കേണ്ടി വരും എന്നത് മാത്രമല്ല പ്രത്യാഘാതം. ഇങ്ങനെയുള്ള തുകകൾ താങ്കളുടെ വരുമാനത്തിൽ നിന്നും കുറവ് ചെയ്യാവുന്ന ചെലവുകളായിട്ട് പരിഗണിക്കില്ല എന്നതാണ് ഭീമമായ നികുതി ബാധ്യത വരുത്തിവെക്കുന്നു. അതുമൂലം ഭീമമായ നികുതി ബാധ്യത വരുത്തിവെക്കും എന്നതാണ് പ്രശ്നം. എന്നാൽ ഇങ്ങനെയുള്ള TDS തുകകൾ പിന്നീടുള്ള വർഷത്തിൽ അടക്കുന്ന പക്ഷം ഇങ്ങനെ അനുവദിക്കപ്പെടാതിരുന്ന തുകകൾ പ്രസ്തുത വർഷത്തെ ചെലവുകളായി അംഗീകരിക്കപ്പെടും എന്നുള്ള വ്യവസ്ഥയാണ് താങ്കൾക്കുള്ള ഏക ആശ്വാസം. കണക്കുകളും ഓഡിറ്റും ഒന്നുമില്ലാതെ ആദായ നികുതി നൽകാൻ ഉള്ള വകുപ്പുകൾ, ആശ്വാസകരമായിട്ടുള്ള വകുപ്പുകൾ ആദായ നികുതി നിയമത്തിലുണ്ട്. ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ തോപ്പുംപടിയിൽ നിന്നും അതിനെപ്പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മീഷൻ ഏജൻറ്റ്, ജനറൽ കൺസൾട്ടൻസി എന്നിങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നു. മൊത്തം വരുമാനം ഏകദേശം 22 ലക്ഷം രൂപയോളം വരും പ്രതിവർഷത്തിൽ. വകുപ്പ് 44AD പ്രകാരം കണക്കുകൾ സൂക്ഷിക്കാതെ 8% നിരക്കിൽ ലാഭം കാണിച്ച് നികുതി അടക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപയിൽ കൂടാത്ത ടേൺ ഓവറുള്ള ബിസിനസ്സുകൾക്ക് കണക്കും ഓഡിറ്റും ഒന്നുമില്ലാതെ മൊത്തം ടേൺ ഓവർ അഥവാ വരവിൻ്റെ 8% നിരക്കിലെങ്കിലും ലാഭം കാണിച്ച് നികുതി നൽകിയാൽ ഓഡിറ്റും കണക്കും ഒന്നും വേണ്ട എന്നുള്ള ഒരു വകുപ്പാണ് 44AD, ഒരു ആശ്വാസമാണ് 44AD നൽകുന്നത്. താങ്കൾക്കും ഈ വകുപ്പ് ബാധകമാണ്. അതിനാൽ 22 ലക്ഷത്തിൻ്റെ 8% 1,76,000 രൂപ വരുമാനം കാണിച്ച് നികുതിയായ 1,648 രൂപ അടച്ച് നികുതി റിട്ടേൺ സമർപ്പിക്കാം. അടുത്തത് ശ്രീ ദാമോദരൻ നായർ കൊട്ടാരക്കരയിൽ നിന്ന് ചോദിക്കുന്നു. ദത്തെടുത്ത കുട്ടിയുടെ പേരിലടക്കുന്ന LIC പ്രീമിയങ്ങൾക്ക് വകുപ്പ് 80C പ്രകാരം കിഴിവ് ലഭ്യമാണ്. ദത്തെടുത്ത കുട്ടിയും ചൈൽഡ് എന്നുള്ള പദത്തിൻ്റെ നിർവചനത്തിൽ തന്നെ വരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ദത്തെടുക്കൽ നടപടി നിയമപ്രകാരമുള്ള കോടതി വഴിയുള്ള നടപടിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഴിവ് അവകാശപ്പെടാം. വെറുതെ നമ്മളൊരു കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് മാത്രം ആ കിഴിവിന് അർഹത ലഭിക്കുന്നതല്ല. 2009-10 സാമ്പത്തിക വർഷത്തേക്കുള്ള കമ്പനികളായ നികുതിദായകരുടെ റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിയും ഈ വരുന്ന സെപ്റ്റംബർ 30-ാം തീയതി തന്നെയാണ്. പക്ഷേ അവർക്ക് നിശ്ചയമായിട്ടും നിർബന്ധമായിട്ടും ഡിജിറ്റൽ സിഗ്നേച്ചർ പതിപ്പിച്ച ശേഷം മാത്രമേ റിട്ടേൺ സമർപ്പിക്കാവൂ എന്ന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുകയാണ്. കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനി നിയമപ്രകാരമുള്ള റിട്ടേണുകൾ സമർപ്പിക്കുന്നതിന് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇപ്പോൾ തന്നെ ആവശ്യമാണ്. ആ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ഇൻകം ടാക്സിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഈ ഒപ്പിടുന്ന ഡയറക്ടറുടെ
പാൻ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ സൈറ്റിൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ സ്വീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് കഴിയുന്നത് വേഗം ഇങ്ങനെ പാൻ എൻക്രിപ്റ്റ് ചെയ്യാത്ത ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ളവർ അത് എൻക്രിപ്റ്റ് ചെയ്യിച്ച ഡിജിറ്റൽ സിഗ്നേച്ചറായിട്ട് വാങ്ങിയിട്ട് അത് പുതിയതായിട്ട് വാങ്ങേണ്ടി വന്നേക്കാം. അത് വാങ്ങി ഉടനെ തന്നെ അത് ഉപയോഗിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുക. ബിസിനസ് വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ